أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 101 വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അവർ ഓരോ കരാർ ചെയ്തപ്പോഴും അവരിലൊരു വിഭാഗം അതിനെ വലിച്ചെറിയുകയാണല്ലോ ചെയ്തത്. എന്നല്ല, അവരിലധികം പേരും വിശ്വസിക്കുന്നേയില്ല. ഈ വചനങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ആളുകൾ ഉടമ്പടികളും വാഗ്ദാനങ്ങളും ചെയ്യുന്നു. എന്നാൽ അത് കുറച്ച് ദിവസങ്ങൾ ആളുകൾ സമയത്തിനുള്ളിൽ തന്നെ, കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ അവരിൽ ചിലർ ആ ഉടമ്പടികളെ പിൻപുറം തള്ളിക്കളയുന്നു. അതായത് വാഗ്ദാന ലംഘനം നടത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ അവസ്ഥ മുൻപത്തതിനേക്കാളും മോശമായി മാറുന്നു. ഹുസൂർ പറയുന്നു, ഈ ഒരു രോഗം, അതായത് ഈ ഉടമ്പടി ലംഘനം എന്നുള്ള ഈ രോഗം എല്ലാ ജനതകളും ഈ രോഗത്തിൽ പങ്കാളികളാണ്. എല്ലാ സമുദായങ്ങളിലും ഉടമ്പടി ലംഘിക്കുന്ന രോഗമുള്ളവർ ഉണ്ട്. ഇവർ പറയുന്ന അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ഈ രോഗം എപ്പോഴെങ്കിലും മാറുമോ ഇല്ലയോ എന്ന്. പിന്നെ പറയുന്നു, ഒരു പ്രവാചകൻ്റെ വരവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു പ്രവാചകൻ ആഗതമാകുന്ന കാലത്ത് ആകാശങ്ങളിലും അതുപോലെ തന്നെ ഭൂമിയിലും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും ഒരു ആവേശം, ഒരു വേദന അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു. ഹുസൂർ അതിനൊരു ഉദാഹരണം ആയിട്ട് പറഞ്ഞത് ഏതുപോലെ എന്നാൽ, ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസവ വേദന പോലെ പ്രവാചകൻ്റെ ആഗമന സമയത്ത് ആകാശഭൂമികളുടെ ഓരോ കണികളിലും ഈ പ്രസവ വേദന പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതായത് ആ പ്രവാചകൻ്റെ സത്യത തെളിയിക്കാനായി ചിലയിടത്ത് ഭൂകമ്പങ്ങൾ നടക്കുന്നു, ചിലയിടത്ത് യുദ്ധങ്ങൾ നടക്കുന്നു, ചിലയിടത്ത് നക്ഷത്രങ്ങൾ പൊട്ടി വീഴുന്നു, പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, ചിലയിടത്ത് രോഗങ്ങൾ പടരുന്നു, ചിലയിടത്ത് ക്ഷാമം, പട്ടിണി എന്നിവ പടർന്നു പിടിക്കുന്നു. അങ്ങനെ ചുരുക്കത്തിൽ മുഴുവൻ ലോകത്തും ഒരു അസ്വസ്ഥത, ഒരു വേദന, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു അവസ്ഥ സംജാതമാകുന്നു. ഇവർ പറയണതിന് മുഴുവൻ ലോകവും ഒരു മരണത്തിൻ്റെ അവസ്ഥ പോലെയാകുന്നു. എന്നിട്ട് അവസാനം ആ പ്രസവ വേദനയുടെ അവസ്ഥയ്ക്ക് ശേഷം പ്രകൃതിയിൽ ഒരു മനോഹരമായ, ഒരു സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കുന്നു. അത് പ്രവാചകൻ്റെ വരവ്. അവൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു. എന്നാൽ അധികകാലം കഴിയുന്നതിന് മുമ്പ് ചില ആളുകൾ കുഴപ്പങ്ങളുണ്ടാക്കുകയും അതുപോലെ അഴിമതിയും ദുഷ്ടതയും അതുപോലെ തന്നെ മറ്റ് ഈ പീഡനങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് അവർ എല്ലാവിധത്തിലുള്ള വാഗ്ദാന ലംഘനങ്ങൾക്കുമുള്ള കച്ചമുറുക്കുന്നു. ശൈത്താൻ വീണ്ടും തൻ്റെ തല ഉയർത്താൻ തുടങ്ങുന്നു. ഇതുപോലുള്ള ശൈത്താനി ഘടകങ്ങളുടെ അടയാളം അക്സറുഹും ലാ യുഅ്മിനൂൻ, അവരിൽ ഭൂരിഭാഗവും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വിമുഖരായിരിക്കും. അവർ മറ്റുള്ളവരെയും അവിശ്വാസികളാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ
ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച ആ ലക്ഷ്യത്തെ അസാധുവാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.